ഈ കുഗ്രാമത്തിലെ ഇങ്ങനെയൊരു സായാഹ്നം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച്, അല്ലെങ്കിൽ മധ്യാഹ്നം ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടുണ്ടോ ഇതിനു മുമ്പ് എന്നുള്ളതിനെപ്പറ്റി എനിക്ക് സംശയമുണ്ട്. ഞാനും ഈ നാട്ടുകാരൻ തന്നെയാണ്. വാസ്തവത്തിൽ മുരളി ഈ പരിപാടി എന്ന് പറഞ്ഞപ്പോൾ വെങ്ങോലക്കാരും കുറച്ച് അതിൻ്റെ സമീപ പ്രദേശത്തുള്ള ആൾക്കാരും ഒക്കെ മാത്രം പങ്കെടുക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്, ലളിതമായ ചടങ്ങാണെന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് എന്നെ ക്ഷണിച്ചത്. പക്ഷെ നാട്ടിലായതുകൊണ്ട് സന്തോഷപൂർവ്വം വരാൻ തീരുമാനിച്ചത്. മാത്രമല്ല, ഈ പുസ്തകം വായിച്ച അപ്പോൾ തന്നെ ഞാൻ മുരളിയോട് പറഞ്ഞു, ഞാൻ നിർബന്ധമായിട്ടും വരും. ഈ പുസ്തകത്തിനോടും ഈ പുസ്തകത്തിലെ കഥാപാത്രത്തോടും എനിക്കുണ്ടായ എന്താ പറയുക, ഒരു അടങ്ങാത്ത ആദരവും സ്നേഹവുമാണ് ഇതിൻ്റെ ഫലം. അതുകൊണ്ട് എന്തായാലും വരും. പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് മുരളിയുടെ അന്താരാഷ്ട്ര, ദേശീയ, സാംസ്കാരിക, പാരിസ്ഥിതിക എല്ലാ ബന്ധങ്ങളുടെയും പ്രതീകങ്ങളായ ഒരുപാട് പ്രശസ്തർ നിറഞ്ഞിരിക്കുന്ന ഒരു വലിയ വളരെ ശക്തമായ, പ്രബലമായ, പ്രൗഢമായ ഒരു സദസ്സ്. മുരളിയുടെ ബന്ധങ്ങളുടെയും ആ ബന്ധങ്ങളുടെ കരുത്തിൻ്റെയും തെളിവായിട്ടാണ് ഞാൻ ഈ കാണുന്നത്. ഈ കത്തുന്ന മീനച്ചൂടിൽ ഈ ഗ്രാമത്തിൽ ഈ പറഞ്ഞ പോലെ സാജുവിനെ പോലെയുള്ളവർ മാത്രമല്ല, ബാക്കി എല്ലാവർക്കും പ്രധാനമാണ് ഈസ്റ്റർ. ആ ദിവസം ഇവിടെ വന്ന് കൂടുന്നത് മുരളിയോടുള്ള സ്നേഹമാണൊന്ന്. പിന്നെ ഈ അമ്മ, നേരത്തെ VKS പാടിയ പോലെ ഈ ഒരു അമ്മയിലൂടെ 1000 അമ്മമാരിലേക്ക് എത്തുന്ന അതാണ് ഈ പുസ്തകം. അമ്മ എന്ന് പറയുന്നത് കഥാപാത്രത്തിൻ്റെ അല്ലെങ്കിൽ ആ പ്രതിഭാസത്തിൻ്റെ വളരെ പ്രപഞ്ചം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ആ വ്യാപ്തി എല്ലാം മുരളി ഈ പുസ്തകത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. സാധാരണ പലരും പറയും പുസ്തകം ജീവചരിത്രം എഴുതുന്ന പ്രശസ്തരെക്കുറിച്ച്, പ്രമുഖരെക്കുറിച്ച്, സെലിബ്രിറ്റീസിനെ കുറിച്ചൊക്കെയാണെന്ന്. പക്ഷേ അതിസാധാരണക്കാരിയായ ഒരമ്മ എങ്ങനെ നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ജീവനാഡിയാവുന്നു, പ്രാണവായു ആകുന്നു, ബാക്കി എല്ലാ ചരാചരങ്ങളെയും ചലിപ്പിക്കുന്ന ഊർജമാകുന്നു എന്നുള്ളതൊക്കെ മുരളി തുമ്മാരുകുടി കമലാക്ഷി അമ്മ എന്ന സാധാരണക്കാരിയായ അമ്മയിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. ഞാൻ വായിച്ചിട്ടുള്ള ഏറ്റവും നല്ല പുസ്തകങ്ങളിൽ ഒന്നാണ് ഇതെന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. കാരണം ഇതിലൂടെ ഒരുപാട് നന്മകളിലൂടെ, അതേസമയത്ത് നേരത്തെ സുനിൽ പറഞ്ഞ പോലെ ഇതിൽ ഏറ്റവും പ്രധാനം നമ്മളൊക്കെ വീണു പോകുന്ന ഒരുപാട് വാരിക്കുഴികളിൽ നിന്ന് മാറി നടക്കുന്നു. മുരളി നേരത്തെ ഒരുപാട് കഥാകാരന്മാരുടെ പേര് പറഞ്ഞ സാജു, MP നാരായണപിള്ള എന്ന് ആദ്യം പറഞ്ഞാൽ പുല്ലുവഴി കഥകൾ, നാണപ്പൻ്റെ പുല്ലുവഴി കഥകളിൽ പെട്ട ഒരു പരമ്പര എന്ന് പറയുന്ന പോലെ വെങ്ങോല കഥകളിൽ പെട്ടതാണ് മുരളി. മുരളിയുടെ പ്രത്യേകത നാണപ്പനുമായിട്ട് എനിക്കൊന്നു, നാണപ്പൻ എൻ്റെ സംബന്ധിച്ചിടത്തോളം ഒരു മെൻറ്ററാണ്. എൻ്റെ ഒരു ജീവിതത്തിൻ്റെയും കാഴ്ചപ്പാടിനെയും വീക്ഷണത്തെയും നിലപാടുകളെയൊക്കെ പാകപ്പെടുത്തിയതിൽ നാണപ്പനുള്ള പോലത്തെ ഒരു വലിയ പങ്കുണ്ട്. അതുപോലെ നാണപ്പനും മുരളിയും തമ്മിൽ ഞാൻ എപ്പോഴും മുരളിയോട് പറയാറുണ്ട്, നാണപ്പൻ്റെ ഒരു പിൻഗാമി എന്ന് വിളിക്കാവുന്ന എല്ലാ അർത്ഥത്തിലും ഒരു നാട് എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു കാഴ്ചപ്പാടും ദർശനവും ഒക്കെ വളരെയധികം സാമ്യങ്ങൾ ഞാൻ കാണാറുണ്ട്. അതിലേറ്റവും പ്രധാനം നാണപ്പനും ഒരു എന്താ പറയുക, നാണപ്പൻ ഏറ്റവും വെറുത്തിരുന്നത് ഒരു തരം കാൽപ്പനികതയാണ്. ഒരിക്കലും ഈ റൊമാൻറ്റിക് ആയിരുന്നില്ല നാണപ്പൻ. ജീവിതത്തിൻ്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളെ ഒരു യാഥാർത്ഥ്യബോധത്തോടെ, നർമ്മത്തോടെ കൈകാര്യം ചെയ്ത ഒരു യാഥാർത്ഥ്യബോധമുള്ള മനുഷ്യൻ. മുരളിയുടെ കഥകളിലും മുരളിയുടെ എഴുത്തിലും ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഒട്ടും ഒരു കാമ്പില്ലാത്ത കാൽപ്പനികതയിലോ അല്ലെങ്കിൽ ഒരു ഉപരിതല സ്പർശിയായ ഗൃഹാതുരതയിലോ ഒന്നും വിശ്വസിക്കാത്ത മുരളിയുടെ ഒരു കഥ. അതാണിതിൽ ഏറ്റവും പ്രധാനം. അമ്മയെപ്പറ്റി പറയുന്നത് ഇതിനകത്ത് പറയുന്നുണ്ട്. സുനിൽ പറഞ്ഞ പോലെ അമ്മ എന്ന് പറഞ്ഞാൽ സീരിയലിലും ടെലിവിഷനിലും കഥകളിലും ഒക്കെ കണ്ട വളരെ സ്ത്രീവിരുദ്ധമായ ഒരു ബിംബമാണ് മാതൃബിംബം. പലപ്പോഴും എല്ലാം സഹിക്കാൻ. അപ്പോൾ രാവിലെ മുതൽ അമ്മ എന്താ സഹിക്കേണ്ടതെന്ന് ചോദിച്ച് എല്ലാവരുടെയും പിന്നാലെ നടക്കുന്ന ഒരമ്മയെ പോലെയാണ് നമ്മൾ കാണുന്നത്. അവരും ജീവിതം ഉള്ള സാധാരണ മനുഷ്യരാണ്, വേദനയുള്ളവരാണ്, ഒരുപാട് സന്തോഷമുള്ള സാധാരണ മനുഷ്യനാണ്, അല്ലെങ്കിൽ സ്ത്രീയാണ് അമ്മ എന്നുള്ള അറിവോടെ, എന്നുള്ള ബോധത്തോടെ അമ്മയെ അടുത്താൽ മാത്രമേ, അല്ലെങ്കിൽ അമ്മയ്ക്ക് എപ്പോഴും ഞാൻ എങ്ങനെ സർവം സഹയായി പ്രഖ്യാപിക്കാൻ, അതെങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ള നിരന്തരമായ സമ്മർദ്ദത്തിൽപ്പെട്ട് കഷ്ടപ്പെട്ട് ജീവൻ ഒടുങ്ങുന്ന അമ്മമാരെയാണ് പലപ്പോഴും കാണുന്നത്. അമ്മ മറ്റെല്ലാവരെയും പോലെ ഒരുപാട് ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും കറുപ്പും വെളുപ്പും ഒക്കെ കലർന്ന ഒരു കഥാപാത്രമാണ്. അതിൽ നിന്നുകൊണ്ടാണ് യാഥാർത്ഥ്യത്തിൻ്റെ അതേസമയത്ത് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയൊക്കെ മൂർത്തിയാകുന്നത്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെ സീരിയൽ നടികളെ പോലെ മുണ്ടും നേരിയത് കൊടുത്ത് എല്ലാവരുടെയും അടുത്ത് തന്ന് മോനെ 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 എന്ന് വിളിക്കുക, അങ്ങനത്തെ അമ്മയല്ല. അതേസമയത്ത് നമ്മുടെ എല്ലാം ഉപ്പ്
എന്ന് പറയുന്നത് അമ്മയാണ്. അത് മധുരമല്ല, ഉപ്പാണ്. അമ്മയുടെ ഒരു എന്താ പറയുക, അമ്മയുടെ രുചി എന്ന് പറഞ്ഞാൽ ഉപ്പാണ്. അത് അതിനകത്ത് പറയുന്നുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെയാണ് നാട്ടിൻപുറത്തെയും ഗൃഹാതുരത. നാട്ടിൻപുറം എന്ന് പറഞ്ഞാൽ നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്നൊക്കെ പറയുന്ന ക്ലീശകളിൽ മുരളി വിശ്വസിക്കുന്നില്ല. മറ്റെല്ലാ പ്രദേശങ്ങളെയും പോലെ നാട്ടിൻപുറവും അതിൻ്റേതായ പിന്നെ തെന്മയും നന്മയും ഒക്കെയുള്ള സാധാരണക്കാരുടെ ജീവിതം, സാധാരണക്കാരുടെ ഭൂമികയാണ് നാട്ടിൻപുറവും. അതുപോലെ ഗൃഹാതുരത ഒരു പണ്ടൊക്കെ ഞങ്ങൾ എപ്പോഴും പറയുന്ന ഒരു വിഷയമാണ്, പണ്ടൊക്കെ എന്ത് ഗംഭീരമായിരുന്ന കാര്യം ഇപ്പോൾ വളരെ മോശമായി എന്ന് പറയുന്ന തെറ്റായ മിഥ്യകളെ പൊളിക്കുന്ന ഒരു സൗവർണമായ ഭൂതകാലത്തെക്കുറിച്ച് നിരന്തരം വിലപിക്കുന്ന ഒരു അർത്ഥമില്ലായ്മ മുരളി ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതൊന്നുമല്ല, കാരണം ഇതുപോലെയൊക്കെയുള്ള കേടുകളും കെട്ടതുമൊക്കെയുള്ള അനുഭവങ്ങളും പിന്നെ സംഭവങ്ങളും ഒക്കെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ നാട്, നമ്മുടെ കാലം ഒക്കെ വളരെ മോശമാണ് എന്നുള്ള അർത്ഥത്തിൽ, എന്നുള്ള രീതിയിലുള്ള വിമർശനം എൻ്റെ അച്ഛൻ പറയുമായിരുന്നു. എല്ലാം പണ്ടൊക്കെ എല്ലാം ഗംഭീരമായിരുന്നു, ഇപ്പോൾ വളരെ മോശമായി എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് വാർദ്ധക്യ രോഗം പിടിപെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ആദ്യത്തെ തെളിവാണെന്ന് പറയാറുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു മുരളി ഇതിൻ്റെയൊക്കെ ഉല്ലംഘിച്ചു പോകുന്ന ഒരു കാലത്തെയും ചരിത്രത്തെയും ഒക്കെ ഇതേ സമയം പ്രകൃതിയെയും എല്ലാം ഈ സ്വന്തം അമ്മ കുമാരകുടി കമലാക്ഷി അമ്മ എന്ന 80-കാരിയുടെ കഥയിലൂടെ ഒരുപാട് വലിയ കാര്യങ്ങൾ പറഞ്ഞ്, അത് വലിയ കാര്യങ്ങളാണെന്ന് നമ്മളെ തോന്നിപ്പിക്കാതെ കൊച്ചു കാര്യങ്ങൾ പറയുന്നതിലൂടെ ഒരുപാട് നാടിൻ്റെ നന്മ, നാടിൻ്റെ തിന്മ, നാടിൻ്റെ ഭാവി, നാടിൻ്റെ ദുരന്തം, നാട്ടിൻ്റെയും നാട്ടാരുടെയും ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും സമഗ്രസ്പർശിയായിട്ടുള്ള, സർവാശ്ലേഷിയായിട്ടുള്ള, ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള, സമഗ്രമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട് ഈ പുസ്തകം. അതുകൊണ്ട് തന്നെ അസാധാരണ പുസ്തകമാണ്. മലയാളത്തിലെ ഏറ്റവും നല്ല പുസ്തകങ്ങളിൽ ഒന്നായിട്ട് പറയാൻ എനിക്ക് ഏറ്റവും സന്തോഷമുണ്ട്. അത് മുരളിയെപ്പോലെ എൻ്റെ ഒരു അടുത്ത സുഹൃത്തും, ഞങ്ങളുടെ ബന്ധം നാട്ടുകാരെന്നുള്ളതിനപ്പുറത്ത് ഈ വെങ്ങോലയും പുല്ലുവഴിയുമുള്ള ഗ്രാമത്തിൻ്റെ അപ്പുറത്ത് ലോകത്തിൻ്റെ പല കോണുകളിലും ചില ദുരന്ത പ്രദേശങ്ങളിലും മുരളിയുടെ സഹായം കാരണം എനിക്ക് അവിടെ എത്തപ്പറ്റാൻ പറ്റിയിട്ടുണ്ട്. ചൈനയിലെ ഭൂകമ്പ പ്രദേശങ്ങൾ, ജനീവയിലെ മനോഹരമായ കളിക്കളങ്ങൾ, ഇവിടെയൊക്കെ ഞങ്ങൾ പല കാരണങ്ങളിലൂടെ ഞങ്ങളുടെ യാത്രകൾ വന്ന അനിലും മറ്റും ഇവിടെയുണ്ട്. ഇങ്ങനെ ഒരുപാട് ഞങ്ങളുടെ ബന്ധങ്ങളും സൗഹൃദങ്ങളും വളരെ വലിയ പ്രദേശങ്ങളിലൂടെയും വലിയ നാടുകളിലൂടെയൊക്കെ ഒന്നിച്ച് നടക്കാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അങ്ങനെ പല അർത്ഥത്തിലും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ മുരളിയുടെ ഈ പുസ്തക ചടങ്ങിൽ വരാൻ എനിക്ക് കഴിഞ്ഞതിലും അതിനെന്നെ ക്ഷണിച്ചതിലും ഒക്കെ വളരെയധികം സന്തോഷം. ചാരിതാർത്ഥ്യം. ഈ പുസ്തകത്തിനും മുരളിക്കും എല്ലാ ഭാവുകങ്ങളും.